നമസ്കാരം. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ഗൾഫിൽ എത്തിച്ച് കൂടിക്കാഴ്ച നടത്തിയത് റഷ്യയ്ക്ക് അത്രയ്ക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. സൗദി കിരീടാവകാശിയുമായും UAE ഭരണാധികാരിയുമായി സെലൻസ്കി കൂടിക്കാഴ്ച നടത്തുന്ന ദൃശ്യങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നിരുന്നു. ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള സഹായം തേടിയാണ് ഈ കൂടിക്കാഴ്ച സംഘടിപ്പിക്കപ്പെട്ടത്. പ്രതിഫലമായി ഉക്രൈനുള്ള സാമ്പത്തിക സഹായങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ ഉറപ്പു നൽകിയതായാണ് സൂചന. സൗദി കിരീടാവകാശിയുടെയും UAE ഭരണാധികാരിയുടെയും ഈ നടപടി റഷ്യയുടെ കോപം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ എല്ലാം ഒറ്റക്കെട്ടായി ആക്രമിച്ചാൽ പോലും ഇറാനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ റഷ്യയെ പോലെ ലോകത്തിലെ വമ്പൻ സൈനിക ശക്തികളുടെ കണ്ണിലെ കരടാകുന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുക. ഒറ്റയ്ക്ക് നിന്ന് ഗൾഫിലെ അമേരിക്കൻ താവളങ്ങളും ഇസ്രയേലിനും എതിരെ ആക്രമണം നടത്തുന്ന ഇറാന്റെ സൈനിക ശേഷിയെ തടുത്തു നിർത്താൻ പറ്റാത്തവർക്ക് റഷ്യയുടെ ഒരു ആക്രമണത്തെ അതിജീവിക്കാനുള്ള ശേഷി പോലും ഉണ്ടാകുമോ എന്നത് സംശയമാണ്. ഇറാനുമായും ഇസ്രയേലും അമേരിക്കയും നടത്തുന്നത് പോലുള്ള ഒരു ഏറ്റുമുട്ടൽ ഉക്രൈനുമായി റഷ്യ ഇതുവരെ നടത്തിയിട്ടില്ല. അതിന് പ്രധാന കാരണം മുമ്പ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു ഉക്രൈൻ എന്ന ഒറ്റ കാരണത്താലാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ജനതയാണ് അവിടെ ഉള്ളത് എന്ന് റഷ്യൻ പ്രസിഡന്റ് പോലും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉക്രൈനു നേരെ റഷ്യ ഇതുവരെയായിട്ടും യുദ്ധം പ്രഖ്യാപിക്കാതിരുന്നതും. പ്രത്യേക സൈനിക നടപടി എന്നു മാത്രമാണ് ഉക്രൈനിലെ സൈനിക നടപടിയെ റഷ്യ വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി നടക്കുന്ന റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനും ആ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കാനും റഷ്യ വിചാരിച്ചാൽ വെറും 4 മിനിറ്റ് പോലും വേണ്ട എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. വിനാശകരമായ ഒരായുധവും ഇന്നുവരെ ഉക്രൈനു നേരെ റഷ്യ പ്രയോഗിച്ചിട്ടില്ല. ഉക്രൈനെ മുൻനിർത്തി നാറ്റോ രാജ്യങ്ങൾ റഷ്യക്കു നേരെ നടത്തുന്ന ഏറ്റുമുട്ടലിനെ 3ാം ലോക മഹായുദ്ധത്തിന് മുന്നോടിയായുള്ള ഒരു സൈനിക പരിശീലനമായാണ് റഷ്യൻ സൈനിക നേതൃത്വവും ഭരണകൂടവും നോക്കിക്കാണുന്നത്. മാനവരാശിക്ക് തന്നെ അപകടകരമായ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ശൈലി റഷ്യ സ്വീകരിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഗൾഫ് രാജ്യങ്ങളുമായുള്ള ചർച്ച നടത്താൻ സാക്ഷാൽ വ്ളാഡിമിർ സെലൻസ്കി പോലും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളുമായി നല്ല ബന്ധമുള്ള റഷ്യ പുതിയ സാഹചര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് പശ്ചിമേഷ്യയെ സംബന്ധിച്ച് നിർണായകമാണ്. അമേരിക്കൻ സൈനിക ശേഷിക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും ഗൾഫ് രാജ്യങ്ങൾക്ക് സുരക്ഷ നൽകാൻ കഴിയില്ല എന്നത് ഇറാന്റെ ആക്രമണ ലക്ഷ്യം കാണുന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ സാഹചര്യം വലിയ സുരക്ഷാ ഭീഷണിയാണ് ഗൾഫ് രാജ്യങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാനു നേരെയുള്ള അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങൾക്ക് പിന്നിൽ സൗദി അറേബ്യയാണെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നത്. ഇറാനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്നോട്ടു പോയ അമേരിക്കയോട് ഇറാനെതിരായി ആക്രമണം ശക്തമാക്കാൻ സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ആവശ്യപ്പെട്ടിരുന്നു. മേഖലയിൽ ഇറാന്റെ വർദ്ധിച്ച സ്വാധീനം തകർക്കാൻ ഇസ്രയേലുമായും അമേരിക്കയുമായി കൂട്ടുപിടിക്കുന്ന സൗദി ഭരണകൂടത്തിന്റെ നടപടിക്ക് ഇസ്ലാമിക രാജ്യങ്ങളിലെ ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകില്ല എന്നത് എന്തായാലും ഉറപ്പാണ്. മാത്രമല്ല ഇത്തരം നീക്കം വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയും ഏറെയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനാണ് ഇന്ന് ലോകത്തെ പൊരുതുന്ന മനസ്സുകളുടെ ഹീറോ. ഷിയ രാജ്യമായ ഇറാനെങ്കിലും സുന്നികളുടെ വാഴുന്ന പലസ്തീൻ ഗാസയ്ക്ക് വേണ്ടി പോരാടിയതിനാൽ ഇസ്രയേലിന്റെ കൊടും ശത്രുവായി ഇറാൻ മാറിയിരിക്കുന്നത്. ഗാസയിൽ കൊല്ലപ്പെട്ട 75,000-ഓളം വരുന്ന പലസ്തീനികളുടെ രക്തത്തിന് വേണ്ടി കൂടിയുള്ള കണക്ക് ചോദിച്ചാണ് ഇസ്രയേൽ ഇറാന്റെ മിസൈലുകൾ നാശം വിതയ്ക്കുന്നത്. ഇറാനെ തീർക്കാൻ ഇറങ്ങുന്നവർ സ്വയം തീരാതെ നോക്കുന്നത് നല്ലതാണ്. റഷ്യ എന്ന മഹാശക്തി ഇറാന്റെ പിന്നിലുണ്ട് എന്ന കാര്യം തിരിച്ചറിയണം. എന്തായാലും അമേരിക്കയുടെ വാക്കുകേട്ട് സെലൻസ്കിയെ വിളിച്ചു വരുത്തി ഡീലിന് ശ്രമിച്ചാൽ അത് റഷ്യയെ നേരിട്ട് യുദ്ധരംഗത്തേക്ക് ഇറക്കുന്നതിനാണ് ഇടയാക്കുക. പ്രതിരോധ വിദഗ്ധർ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു.